രാവട്ടോ എവിടേക്കായി പോണ്? കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണേ, ചോറും പാത്രമായിട്ട് രാവിലെ പോണു, രാത്രി വരുന്നു. എന്താ പരിപാടി? അതെ, ഞാൻ ആടെ പോന്നു. ഏടെ? ആടാണ്. ആടെന്ന് പറഞ്ഞ സ്ഥലത്തിന് പേരില്ലേ? മോളില് പോന്നു. ഏത് മോളുടെ അടുത്ത്? മോളിന്റെ അടുത്തല്ലാന്ന്, സുലു മാളില്. മാളിലാണ് ഇപ്പൊ പണി? പണിയല്ല, ഈ കരണ്ടിന്റെ ബില്ല് കഴിഞ്ഞ പ്രാവശ്യം 6000 റുപ്യാണ്. അതിനെ അതടിച്ചാലോ കരണ്ട് കൃത്യത്തിന് കിട്ടുന്നില്ല, ഉച്ചക്കൊന്നും കരണ്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആടെ പോയിരിക്കും. ഉച്ചക്കത്തെ ഭക്ഷണം കഞ്ഞി, എനിക്ക് ആ മാളിലെ ഭക്ഷണം ഒന്നും പറ്റൂല. അപ്പൊ അവിടെ എ സിയും കൊണ്ടിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കാൻ പോവാണ്. വൈകുന്നേരത്തെ ചായയുടെ കടിയും ചായ എടുത്തിട്ട് ഒരു ബോറടിക്കുമ്പോ ഒരു സിനിമയും കാണും അല്ലേ? സിനിമ ആണ് എന്ന പൈസ എനിക്ക് കറണ്ടിന്റെ പൈസ അടിച്ചൂടെ? അപ്പൊ സിനിമയും കാണില്ല, ഒരു ചായ പോലും അവിടുന്ന് കുടിക്കില്ല. അന്ന് വേണ്ടേ? അല്ല അത് മതി, നിവൃത്തിയില്ലാത്ത ഭയങ്കര ബുദ്ധിയാട്ടാ. മലയാളിയുടെ ബുദ്ധിയാ ഭാരതൻ. അതോട്ടൊന്നും കറണ്ട് വരുന്നില്ലല്ലോ. ഒരു സർവത്തോട്ടങ്ങൾ ഇന്നത്തെ പണിയൊന്നുമില്ലേ? പണിയില്ല, ഭയങ്കര ചൂട്. പറ്റില്ല, എന്നത്തെ പോലെ അല്ലാട്ടോ, ഒന്ന് ഭയങ്കര ചൂടാ. ഞാൻ ഈ മുണ്ടും കുപ്പായാലും കഴിച്ചു ചാടിക്കാൻ ആൾക്കാരെന്തേലും പറയും. എനിക്ക് അമ്മ വേ നോക്ക്. ഇത് നല്ല സുഖല്ലേ ഇവിടെ? വെയിലിന് കൊള്ളണ്ടാലോ. പക്ഷെ എവിടെ നിന്ന് അകത്തിരിക്കാൻ പറ്റില്ല, അങ്ങമാര് ചൂടാ. കഴിഞ്ഞ ദിവസം നമ്മളെ തച്ചോളി തരി കൊണ്ടിടത്ത് ബാർ പെയിനും ഭയങ്കര വെയിൽ. ബാറിലൊന്നും പോയി സാധനം അടിക്കല്ലേ, ചൂട്ടത്ത് സാധനം അടിച്ചാൽ തട്ടിപ്പോവും. ബാറിൽ പോയാലും എന്ത് ബാർപ്പിന്റെ കാര്യം പറഞ്ഞ അങ്ങനെ. സുതാടി തണുപ്പില്ലേ? കറണ്ടില്ലടന്നേ. കറണ്ടില്ലാഞ്ഞാൽ ഈ തണുപ്പില്ലാത്ത ഇത് കുടിച്ചിട്ട് കാര്യ? പണ്ട് ഞാൻ ഈ വെയിലത്ത് ചൂടിലായിരുന്നു, തണുപ്പല്ലേ വണ്ടി. ഇന്ന് കാലത്ത് പോയതാണ് കറണ്ട്. ഫ്രിഡ്ജ് അങ്ങനെ ഓണാക്കാൻ പറ്റണ്ടേ കറണ്ടില്ല? കാടിവെള്ളം കുടിക്കുന്ന പിണ്ണാക്കം കിട്ടും. എന്തിനായത്? എന്ത് വർത്താനാണ് ഈ പറയണത്? എന്ത് സർവത്തിന് തണുപ്പില്ലെങ്കിൽ അത് കാടിവെള്ളാവോ? പിന്നെ കുടിച്ചോ പറഞ്ഞത് എന്തിനായാലും പണ്ട് തന്നെ ചൂടായിട്ട് പെരാന്നെടുത്തിട്ട് ഇച്ചിരി ശരീരം തണുപ്പിൽ കിട്ടിയാ വെള്ളം കുടിക്കാൻ വന്ന്. എന്റെ സുതിയ കറണ്ടില്ലാന്ന്. കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഫ്രിഡ്ജ് ഓണാക്കാൻ പറ്റൂ. എനിക്ക് ഞാൻ വായിച്ചു തരുമല്ല. എന്താ വായിച്ചു തരുമല്ല? വേഷം കെട്ടെടുക്കല്ലേ? 30 കൊല്ലായി ഞാൻ ഈ കട തുടങ്ങാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇത്ര കാലമായി കുടിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങളോട് വർത്താൻ പറ്റും. നീ ഇത് വേണം തൂത്ത് കളയ, എന്ത് വേണം ചെയ്തോ, പക്ഷെ എനിക്ക് കാശ് തരണം. എന്താ സൂര്യ, ഞാൻ ഓലക്കലും വായിച്ചു. നീ തരാട്ടപ്പെടുത്ത് പോവില്ല. നീ ഓസിക്ക് മൂത്രം കുടിക്കാൻ നിൽക്കണ്ട. ഞാനല്ലേ കാടി വെള്ളം നീ വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കരുത്. മര്യാദക്ക് പൈസ സാധനം മേടിച്ചു കാശ് ഞാൻ വായിച്ചു തരൂല. എന്ത് നാദ്രാ? എന്റെ ഉണ്ണി എന്നോട് സർബത്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ സർബത്ത് കൊടുത്ത്, എന്നിട്ട് അവൻ അതിന് പൈസ തരില്ലാന്ന്. ഇത് തണുക്കാത്ത സർവത്ത് എനക്ക് ഈ ചൂടുള്ള സമയത്ത് ഈ കാടികളും പോലത്തെ കുടിച്ചിട്ട് എന്ത് കാര്യം ഉണ്ണിട്ടാ? തണുക്കാത്ത സർവത്ത് പറഞ്ഞ നീ മേടിച്ചല്ലോ, നീ പറഞ്ഞ ഓറുണ്ടാക്കി. അത് തണുപ്പില്ലല്ലോ. തണുപ്പില്ലാത്ത കുടിക്കില്ല. എനക്ക് വേണ്ട, ഞാൻ ഈ ചൂടിന് ഇച്ചിരി ശരീരം തണുപ്പിക്കേണ്ടിട്ട് വന്ന തണുപ്പില്ല കൊടുത്തൂടെ എനിക്ക്. തണുപ്പുള്ളത് എങ്ങനെ കൊടുക്കണമെന്ന് ഇന്ന് രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. കറണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫ്രിഡ്ജ് ഓണാക്കാൻ പറ്റൂ. പിന്നെ ഞാൻ ഇത് എങ്ങനെ തണുപ്പിച്ചു കൊടുക്കാനാ? കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു കേട്ടി. കറണ്ട് അവർക്ക് കറണ്ട് മിഷൻ ഉണ്ടോ കറണ്ട് ഉണ്ടാക്കുന്ന? മുന്നേട്ടം ഞാൻ അങ്ങ് നേടുന്ന വരുന്ന ആരെങ്കിലും ബേലും കുടിച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇവിടെ അതിന്റെ ചൂടുവെള്ളം കുടിച്ചിട്ട് എന്ത് കാര്യ? ശരീരം തണുപ്പിക്കാൻ ഇവിടെ അങ്ങ് ചൂടുവെള്ളം എന്തിനാ പിന്നെ ഇത്? എന്തായാലും സർവത്ത് കുടിക്കല് കഴിഞ്ഞില്ല, ഇനി അതിന്റെ പൈസ എടുക്ക്. ആരായാലും വേണ്ടില്ല, എനിക്ക് പൈസ കിട്ടണം. ഞാൻ തരൂല. പൈസ കൊടുക്കാനെ ഞാനാ? ഞാൻ കുടിക്കാതെ തന്നെ ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? പിന്നെ അയാളെ പൈസ കൊടുക്കണ്ടേ? അതെനിക്ക് നിങ്ങളല്ലേ കുടിച്ച് നിങ്ങൾക്ക് കൊടുക്കറോ? ഞാൻ കുടിച്ചിക്കല് ഞാൻ കൊടുക്കൂല. ദൈവമേ, എന്തേനു? ഇവിടെ ഞാൻ എവിടെയോ പോകുന്നവര് ഞാൻ നിങ്ങളെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ കച്ചവടം മതിയാക്കി ഇവിടെ വന്നിട്ട് ഇപ്പൊ വെള്ളത്തിന് പൈസ ഞാൻ കൊടുക്കണെന്നാ? പിന്നെ ഞാൻ കുടിക്കാതെ തന്നെ ഞാൻ കൊടുക്കുവാനാ? പിന്നെ ഇത് ആർക്ക് വേണ്ടിട്ട് വെള്ളം ചോദിച്ചിനി? ചോദിച്ച ഞാനാ. അതെ, അപ്പൊ കൊടുക്കട്ടെ. കുടിച്ച ഞങ്ങളല്ലേ? വേലി കിടന്ന പാമ്പിനെ തോളത്തിട്ട പോലെ ആയാലോടാ ഞാൻ. പള്ളയല്ലേ ഇട്ട് തോളത്തല്ലോ. പൈസ കൊടുക്ക്, ഞാൻ ബിരാത്തി കൊടുക്കും. എന്താ നിങ്ങള് രണ്ടാളിൽ ആരായാലും വേണ്ടില്ല, എനിക്ക് പൈസ കിട്ടണം കേട്ടോ. പൈസ രണ്ടെങ്കിൽ രണ്ടാളും ഞാൻ വിടില്ലേ. ഇവിടെ തണുത്ത വെള്ളം കൊടുക്കേണ്ട നിങ്ങളെ കടമയാണ്. തണുത്ത വെള്ളം കൊടുക്കേണ്ട നിങ്ങളെ കടമയാണ്. അതിന് ഐസില്ലെന്ന് ഫ്രിഡ്ജ് ഓഫ് അല്ലേ? അതിന് എളുപ്പ വഴിയുണ്ട്. ആ മമ്മാരിക്കാന്റെ മീൻ കടയുണ്ടോ, അതിന്റെ അപ്പുറത്തെ വലിയ പെട്ടിയുണ്ടോ, അത് തുറന്നു കഴിഞ്ഞാൽ നല്ല പളുവള് പോലത്തെ ഐസും കട്ടിയുണ്ട്. അത് വാരി കൊണ്ടിട്ടാ പോരെ, ഇത് കൊടുത്താ പോരെ. മീനിലിടുന്ന ഐസോ? നിങ്ങൾക്കൊക്കെ അതിട്ടിട്ട് തരണടാ സർബത്ത്, എന്നാലും നിങ്ങളൊക്കെ പഠിക്കൂ.
മര്യാദ പൈസ എടുക്കാൻ നോക്ക്. കൊടുക്കുവാന് പൈസ എന്റെ ഞാൻ തരൂല എനക്കാവൂല, ഞാൻ തരൂല. കളിക്കല്ലേ നീ എന്നോട് കളിക്കല്ലേ. ഞാൻ കളിക്കുന്നു, ഞാൻ കൊടുക്കൂല. കച്ചരങ്ങ കച്ചറയാണ്. ഞാൻ എന്തിനാ കൊടുക്കുക? നിങ്ങളെന്നാ പറയുന്നത്? നീ പൈസ കൊടുക്കണ. ഞാൻ കൊടുക്കൂല. നോക്കിക്കേ ഞാൻ കൊടുക്കൂല. വെള്ളത്തിന് എന്നോട് വെള്ളത്തിന് എന്നോട് പൈസ ഞാനാണ് കൊടുക്കണ്ട്. ഞാൻ ഞാനെന്നാ എല്ലാം മധ്യസ്ഥാക്കി ഞാൻ എല്ലാവർക്കും ഉണ്ണി നല്ലതേ ചെയ്യിച്ചു. എല്ലാവർക്കും നല്ലതേ വരണം. ഒരു മധ്യസ്ഥനായ എന്നെ ഈ പാർട്ടി തണുത്ത വെള്ളത്തിൽ വെച്ചാൽ ഞാൻ ചെയ്ത് തെറ്റി. എന്റെ ഫോൺ വിടുങ്ങൾ എന്തിനാ? സുഖതേട്ടനോട് നേരിട്ട് ചോദിക്കാം. ചോദിക്കൂ. എന്താ പറയുന്നത് അത് തീരുമാനം. കുടിക്കാതെ വെള്ളത്തിൽ വെച്ചാൽ തരൂല. കുടിക്കാതെ വെള്ളം ഞാൻ തരൂല. സുഖേട്ടാ മച്ചാനെ ഒന്നും പറയണ്ട, നാട്ടിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതിയില്ല. ചൂടെന്ന് പറഞ്ഞാ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട്. എല്ലാം പോട്ടെ, കറണ്ടും ഇല്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാ നീ കഴിയുമെങ്കിൽ നീ നാട്ടിൽ വരല് കേട്ടാ. ഇരുന്നിരുന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി, സമയം കൊള്ളാം. അച്ഛാ, ഈ നാട്ടില് കറണ്ട് എന്നെങ്ങാനും വരുമോ? അതിങ്ങനെ ഇടയ്ക്ക് വരും പോവൊക്കെ ചെയ്യേ. ഈ മനുഷ്യന് എന്തിന്റെ പോയാ പെട്ടെന്ന് വരണതാണ്. ഒന്നില്ലേ വന്നോണ്ടല്ലേ ഞാൻ നാട്ടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണേ. എടാ, ഏത് സമയത്തും ഇങ്ങനെ AC-യിൽ ഇരുന്നതുകൊണ്ടാണ്. അത്ര വലിയ ചൂടൊന്നുമില്ല ഇപ്പൊ. എന്താ വെച്ചാ അത് ഞങ്ങൾ ജീവിക്കണ ആ രാജ്യത്തിന്റെ അവരുടെ പുരോഗമനമാണ്. അവിടെ എവിടെ പോയാലും AC ഒക്കെ ഉണ്ട്. അതാ നാടിന്റെ വികസനമാണ്. വീട്ടിന്റെ ഉള്ളിലേ അത്ര വലിയ ചൂടൊന്നുമില്ല. ഒന്ന് പുറത്തു കൂടെ ഒക്കെ ഇറങ്ങി നോക്കിയിട്ട് ഒന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി നോക്ക്. നല്ല തണുപ്പാവും അതിന്റെ ഉള്ളില്. എന്നാ പിന്നെ അച്ഛൻ അടുപ്പിനകത്തോട്ട് കയറിയിരിക്കും. അവിടെ ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. ഇവിടെ നല്ല സുഖം, സുഖിച്ചിരിക്കുക ഇവിടെ. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നില്ല ഞാൻ കറണ്ട് എടുത്ത് വിഴുങ്ങിട്ടിരിക്കാന്ന്. എന്നിട്ട് കറണ്ട് അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കാൻ പാടില്ലേ KCB-യില്? നിന്നോട് ഞാൻ മലയാളത്തിലല്ലടാ പറഞ്ഞത്, വിളിച്ചിട്ട് കാര്യമില്ല. ഇടക്കിടക്ക് പോവും വരും ചെയ്യുന്നേ. എല്ലാം പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ 2 ദിവസമായി വന്നിട്ട്. അതെ, ഒരു കാര്യം പറയാണ്ട് സത്യേട്ടാ, എന്താ പണിയിലാണല്ലോ. ഞാൻ ആ വാഴയുടെ അവിടെ കുറച്ച് ചപ്പും പടലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കാൻ വേണ്ടി. നന്നായി കുറച്ച് പൊതയൊക്കെ ഇട്ട് കൊടുക്കണം അതിന്. എന്താ ഈ വഴിക്ക്? എന്താ വെച്ചാലേ എല്ലാവരും ഒരു ഒപ്പ് വേണം. ഒരു ഒപ്പേ ഒപ്പ് വേണം. ഒപ്പകടാ ശീതളേട്ടൻ നല്ല കോലാണല്ലോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് കണ്ടപ്പോ ഈ ജുബയും സഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പൊ തലയെക്കെട്ടും കൂടെ വന്നല്ലേ. നല്ല ചൂടല്ലേ. ഓ അത് ശരി. ഒന്ന് തലയെ കെട്ടിയതാണ് ഇത്. പെൺകുട്ടറ ഷാളത് എടുത്ത് കെട്ടിയാണ്. നമുക്കിപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോഴും പ്രകൃതി പരിപാടിയൊക്കെ ആയിട്ട് പോവാ. പ്രകൃതി സേഫ് അല്ലേ? അല്ല, ആരെങ്കിലും ഒക്കെ വേണ്ട കുട്ടിയെ പ്രകൃതിനെ നോക്കാനായിട്ട്. അതെ അതെ, ഇവിടെ ഒരു പണിയില്ലാതെ കുറച്ചു പേരെങ്കിലും വേണമല്ലോ പ്രകൃതിയൊക്കെ നോക്കാൻ. ആവട്ടെ, അങ്ങനെയുള്ള ഒരു കാരണം നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട് അല്ലേ? അല്ല സത്യത. നാപ്പ എന്താ വന്നു വെച്ചാലേ, നമ്മുടെ കുറുക്കമ്പാറല്ലേ, കുറുക്കമ്പാറ അവിടെ ഒരു ട്രാൻസ്ഫോമർ വരണ അറിഞ്ഞു നിങ്ങള്? വരട്ടെ എന്ന് പറഞ്ഞാൽ വന്നാൽ ശരിയാവില്ല. അത് വരാണ്ടിരിക്കാണ് വേണ്ടത്.
ട്രാൻസ്ഫോമർ അവിടെ വന്ന വലിയ പ്രശ്നമാണ്. ശീതളേട്ട ട്രാൻസ്ഫോമർ എന്താ പ്രശ്നം? ട്രാൻസ്ഫോമർ വന്ന എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ട്രാൻസ്ഫോമർ എന്തിനാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തിനാ വരുന്നതെന്ന് തന്നെ ഞാൻ ചോദിക്കണത്. എന്റെ ശീതളേട്ട, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അതിനെതിരെ ഒപ്പ് ശേഖരിക്കാൻ നടന്നത്? ഒരു ട്രാൻസ്ഫോമർ വരണമെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള വീടുകളിൽ കറണ്ട് കൃത്യമായിട്ട് വോൾട്ടേജ് കുറയാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വരണത്. അതിനെതിരെ ഒപ്പ് ശേഖരിക്കാൻ നടക്കണം. അപ്പൊ വീടുകളിൽ വെളിച്ചം ഉണ്ടായാൽ മതി, അല്ലാത്തവർക്കൊന്നും വെളിച്ചം വേണ്ട. എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്ന എന്താ അവിടെ എന്താ പ്രശ്നം? അതാണ് ചോദിക്കുന്നതിന് ആദ്യം പറയണ മറുപടി കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളി. നമ്മുടെ കുറുക്കമ്പാറ ഇല്ലേ, കുറുക്കമ്പാറ അവിടെ രാത്രി 12 മണിയാകുമ്പോ നിങ്ങൾ ആരും പോയി നോക്കിയില്ല? പോയിട്ടില്ല. എന്താണ് അവിടെ പോകേണ്ട കാര്യം എന്താണ്? ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാന്ന് പറഞ്ഞതിന്റെ അവിടെയാണ് രാത്രി 12 മണിയാകുമ്പോ മിന്നാമിനുങ്ങില്ല, മിന്നാമിനുങ്ങൾ അണചേരണ സ്ഥലം. അപ്പൊ അവരുടെ വെളിച്ചം കെടുത്തിയിട്ട് വീടുകളുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടാവും? മിന്നാമിനുങ്ങ്, തേനീച്ച എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പ്രകൃതിയായിട്ട് വലിയ ബന്ധമാണ്. ഇവ ഇപ്പൊ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പല ദോഷങ്ങളുണ്ടാവും പ്രകൃതിയിൽ, അറിയോ നിങ്ങൾക്ക്? ട്രാൻസ്ഫോമർ വരണത് വലിയ പ്രശ്നമാണെന്നാണ് നിങ്ങൾ. മിന്നാമിനുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടാവും. ഈ ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾ ജനിക്കണതിന് മുമ്പ് വന്നത് നന്നായി. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അത് പൊട്ടി തലയെ വീഴുന്ന പറയാം, അതിനെതിരെ നിങ്ങൾ ഒപ്പ് ശേഖരിക്കാൻ നടന്നത് കഷ്ടമാണ് കേട്ടോ. ചുമ്മാ ഈ നാട് നന്നായി. ഇതെന്താ ഫോൺ എടുക്കാത്ത സ്വരൂപേ? സാറേ, എന്താ ഫോൺ എടുക്കാത്ത? സാർ ഞാനൊരു പണിയിലായിരുന്നു. എന്ത് പണിയിൽ? പണിയെടുക്കുമ്പോ അവിടെ ഫോൺ എടുക്കാറില്ല. പണ്ട് ഫോൺ എടുക്കാത്തതിന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഹലോ, KCB അല്ലേ? ആ അതെ, KCB ആണ്. അതെ, ഈ ഭാഗത്തൊക്കെ ഇപ്പൊ കറണ്ട് പോയിട്ടെന്താ വരാത്തത്? അതെ, ഏതാ ഭാഗോ? ഞാൻ മറ്റേ ഈ വള്ളൂര് തെക്കുംപുറം. ആ വള്ളൂര് തെക്കുംപുറത്ത് ഇന്ന് വൈകുന്നേരം 5 മണിക്കേ വരുള്ളൂ കേട്ടോ. എത്ര മണി? 5 മണി. 5 മണിയോ? ആ. അയ്യോ, 5 മണി വരെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. കാത്തിരിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയും പോയി കാട്ടുണ്ടോളി. അല്ലാതെ ഇപ്പൊ ഞാനെന്താ പറയാ, ഇവിടെ ടച്ചിങ് പണി നടക്കുകയാണ്. അല്ല, എന്താ പ്രശ്നം അറിയോ? മകനും കുട്ടികളൊക്കെ വിദേശത്താണ്, അവരിപ്പോ ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പൊ ഇവിടെ നോക്കുമ്പോ കറണ്ടുമില്ല, ആകെ ചൂടും പുകയായിട്ട് ഇരിക്കാണ്, ആകെ പൊറുതി മുട്ടിയവര്. അപ്പൊ അവർക്ക് അവിടെയൊക്കെ കറണ്ട് ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ വരുമ്പോ കറണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനല്ലേ അതിന്റെ മോശം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരത്തെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലേക്ക് കറണ്ട് തരാൻ പറ്റൂലല്ലോ. ആ ഏരിയ മൊത്തം കറണ്ട് ഇല്ല, അത് മനസ്സിലാക്കി. മക്കളോടൊക്കെ ആരെ സമയത്ത് വരാൻ പറഞ്ഞു അങ്ങോട്ട്. ഈ ടച്ചിങ് പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി കേട്ടോ. ആ ശരി. ഈ ഫോൺ എടുക്കാണ്ടിരിക്കുന്ന സാററ്റം കയറി വന്ന് കണ്ടാലുണ്ടല്ലോ, അയാളുടെ സ്വഭാവം അറിയില്ല നിങ്ങൾക്ക് എന്തിനാണ് ശമ്പളം തരുന്നത്? അല്ലെങ്കിൽ ഇവിടെ 100 കൂട്ടം പണി. അതിന്റെ 100 കൂട്ടം പണി. അല്ല, നാളെ എവിടെയാ ടച്ചിങ്? നാളെ സാറിന്റെ ഏരിയയിലല്ലേ? നിന്റെ ഏരിയയിലോ? പിന്നെ പടച്ചറേ, എന്റെ മോനെ നാളെ എന്റെ പെരേന്റെ മുകളിലേക്ക് ഞാൻ ചൂടായതുകൊണ്ട് റൂഫിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ വെൽഡിങ്ങിന്റെ പണിക്കാർ വരും. അപ്പൊ നാളെ കറണ്ടില്ലേ ശരിയാവില്ല. നേരത്തെ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചല്ലേ ചെയ്യും, ഒന്ന് പറയണ്ടെന്നല്ല എന്നോട്. അയ്യോ, ഇതിനിപ്പോ എന്താ കാട്ടുക? മാറ്റാൻ പറ്റില്ല. എല്ലാ വാട്സാപ്പിലും മറ്റേ ഇതിലൊക്കെ വിട്ട് പത്രത്തിലൊക്കെ കൊടുത്തില്ലേ? സാറ് ഏനോട് പറഞ്ഞു നോക്ക്. ഏനോട് പറയുന്നത് റെയിലിന് തലക്കണ. സാറിന് കാര്യം പറയുമ്പോഴേ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. അനക്കെന്തേ? മറ്റന്നാൾ എന്റെ ഏരിയയിലല്ലേ ടച്ചിങ്? അതിന് എന്റെ പെങ്ങളുടെ കൂട്ടൊരു ചോറൂണല്ലേ അന്ന്. ഒന്നും മിണ്ടാണ്ടൊക്കെ പ്രസാദേ, ചോറുണ്ടൊക്കെ എന്തായാലും നിലവിളക്ക് എത്തിക്കല്ലോ. ആ വെളിച്ചം കണ്ടാ മതി. വെളിച്ചമല്ലാന്നേ, ഫാന് വേണ്ടേ, ചൂടല്ലേ. ഇപ്പൊ രണ്ടും കൂടി പറഞ്ഞാണ്ടല്ലോ സാറും ഇവിടെ മെക്കെട്ട് കയറും പ്രസാദേ. ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ ഓക്കെ ആയിട്ട് മൂപ്പര് നല്ല മൂഡിലാണ്, ഞാൻ എന്റെ കൂടി പറയാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? അവര് 2 മാസം കരണ്ട് ഉപയോഗിച്ച് കച്ചവടം നടത്തിയല്ലേ, പിന്നെ നഷ്ടത്തിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ട് കാര്യം. പൈസ അടക്കാതെ ഒരു നിവർത്തിയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. കട്ട് ചെയ്തിട്ടേര്. വല്ല പാവപ്പെട്ടവരാണെങ്കിൽ കറണ്ട് കാശ് അടക്കാനുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറയുമല്ലോ. ഇല്ല വന്നത് ഞാൻ നോക്കിക്കോളാം, എന്താണെന്ന് നോക്കണമല്ലോ. പൈസ അടക്കാൻ പറ, എന്നിട്ട് വർക്ക് ചെയ്താൽ മതി. എന്തേ? ഒന്നുമില്ല, ഞാൻ സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞോളേ. ഉഷാറല്ലേ? സാറേ കുഴപ്പമില്ല. സാറേ, പിന്നെ നാളെ എന്റെ വീടിന്റെ സ്ഥലത്താണ് ടച്ചിങ്. അതാണ് നമുക്ക് 5 മണിക്ക് തന്നെ തീർക്കണോ അത് കേട്ടാ. അല്ല സാറേ, അതല്ലേ നാളെ വീട്ടില് ചെറിയൊരു പണി ഉണ്ടായി. വീട്ടില് ഞാൻ ചൂടായ റൂഫിങ്. ലീവല്ല സാറേ, അവിടെ വെൽഡിങ്ങിന്റെ പണിക്കാരൻ നാളെ കിട്ടും. അപ്പൊ നാളെ കറണ്ട് പോയ പണി നടക്കൂല. മറ്റന്നാളത്തേക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ ടച്ചിങ്? എന്താ മോയി സാർ, ഇത്രയും കാലമില്ലേ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കണ്?
നിങ്ങളുടെ വീട്ടിൽ റൂഫ് നടക്കണോണ്ട് ടച്ചിങ് മാറ്റണമെന്നാ. നമ്മളത് പത്രത്തിലും ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിച്ചിട്ടുള്ള ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന്. പിന്നെ നമുക്ക് തോന്നിയ പോലെ മാറ്റണ. ഈ വെൽഡിംഗ് പണിക്കാരെ കിട്ടാൻ എന്ത് പണിയായാലും തീരുമാനിച്ച മാറ്റണ്ട, അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷേ കംപ്ലീറ്റ് ടച്ചിങ് നാളെ ആ ഏരിയ തന്നെ വെട്ടിക്കോട്ടെ. അല്ലേ തന്നെ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല പ്രഷറായിട്ട്. ഇവനെന്തോ പറയാണ്ടെന്ന് ഇല്ല ഒന്നുമില്ല സർ, ഒന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് വേഷം കെട്ടിയത് ഞാനാണ് മുകളിൽ മറുപടി കൊടുക്കേണ്ടത്. സോറി സർ. ടച്ചിങ് മാറ്റാൻ എന്താ എനിക്കൊന്നും പറയാനില്ലേ? വല്ല കാര്യമുണ്ടോ? അല്ല ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, മൂപ്പരോട് പറയുന്നതിനും നല്ലത് റെയിലിൽ തലേക്കണതാ. പക്ഷെ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഓരോ ജനറേറ്റർ അങ്ങ് വാടകയ്ക്ക് എടുത്തോ. എന്താ ജി പറയണേ? ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരന്റെ വീട്ടിൽ പണിയെടുത്താൻ ജനറേറ്റർ എടുക്കി പരിപാടി നടക്കണ്ടേ? നടത്താം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ ഇയാൾ ഇവിടുന്ന് സ്ഥലം മാറി ഒന്നും പോകണില്ലല്ലോ എന്ന് ആലോചിക്കാം. നല്ല ആളാ, അതുകൊണ്ട് പോവില്ല. എന്റെ പണി നടത്തി പോയിട്ട് ഇനി ഇവിടെ ഇങ്ങനെ നിക്കണ്ട, അയാൾ കണ്ടു വരണ്ട. നീ എന്തൊരു കഷ്ടമാണിത്. എന്താ കറണ്ട് പോയത്? ഇത് രാവിലെ 9 മണിക്ക് പോയിട്ട് 6 മണിക്ക് വന്ന ഇത്ര സമയമാര് കറണ്ട് വന്നിട്ട് ഇനി എന്ത് കറണ്ട് ചൂട് കണ്ടോണ്ടിരുന്നൊരു സാധനം. അത് എത്ര രസമായിട്ട് കണ്ടോണ്ടിരുന്നതാണ്. അവർക്കറിയില്ലല്ലോ. അച്ഛാ ഒന്ന് അങ്ങോട്ട് വിളിക്കാ ചേച്ചാ. ആ ടോർച്ചിനെടുത്ത ടോർച്ച് അവിടെ എവിടെയാണ്? കുഞ്ഞി അടക്കുന്ന അച്ഛൻ ഇത് എവിടെ പോണ്? എല്ലാരും ചവിട്ടാണ് അച്ഛൻ. എന്നാ പിന്നെ പോയിട്ട് ആ ടോർച്ച് എടുത്തിട്ട് പോവാ. എവിടെ ടോർച്ച്?